അപ്പോൾ ഇവിടെ എല്ലാവരുടെയും വിജയത്തിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ലുബ ജോലി ഉണ്ട് ആ സമയത്ത് അല്ലേ. ലുബ ജോലി ക്വിറ്റ് ചെയ്തു, പഠിക്കാൻ വേണ്ടി ജോലി ഉപേക്ഷിച്ച ആൾ കൂടെയാണ്. ഷജിനയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പഠിത്തം നിർത്തിയിട്ട് ബുക്ക് തുറന്നിട്ട് എത്ര വർഷമായി? 10 വർഷത്തോളമായി. അതിന് ശേഷം ഉണ്ടാകുന്ന ഫയറാണ്. കൺഫർമേഷൻ മെസ്സേജ് വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 5 മാസത്തോളം ഗ്യാപ്പ് വന്നിട്ട് പിന്നെയാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സാറിൻ്റെ ഒരു ഇതെനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു സാറ് എന്നോട് പറഞ്ഞു ഈ സമയവും കടന്നു പോകും എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ഇപ്പം എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അതൊക്കെ മറികടന്ന് പഠിച്ച് മുന്നേറുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ലക്ഷ്യത്തിലെത്തും. ഇന്ന് സഹകാരി റേസ് പ്ലസിനോടൊപ്പം ചേരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിലുള്ള വളരെ അപൂർവം ചില റാങ്കുകൾ നേടിയിട്ടുള്ള കഴിഞ്ഞ 2019 പരീക്ഷയിൽ ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സിലൂടെയാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും തുടക്കത്തിലേ ഉണ്ടായിരുന്നല്ലോ. ഏകദേശം 1 വർഷം മുന്നേ ക്രാഷ് കോഴ്സ് വരുന്നതിന് മുന്നേ ഷജിനയില്ലായിരുന്നു? ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കമ്പയർ സ്റ്റഡി ഉള്ള ടീമാണ് വിളിച്ചത്. ഓക്കെ. അപ്പോൾ അങ്ങനെ തുടക്കത്തിലേ ഉണ്ടായിരുന്ന ആൾക്കാരെയാണ് മാത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൽ ലുബാബ പത്തനംതിട്ട ജില്ലയിൽ 3ാം റാങ്ക് ഹോൾഡർ, അതുപോലെ ദിവ്യ കാസർഗോഡ് ജില്ലയിൽ 2ാം റാങ്ക് ഹോൾഡർ, അതുപോലെ ഇതും ദിവ്യ ദ്വയമാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ 6ാം റാങ്ക് ഹോൾഡറാണ്. പിന്നെ രമ്യ ഇപ്പോൾ വയനാട്ടിലാണുള്ള. രമ്യ കാണാൻ പറ്റും. രമ്യ നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. രമ്യ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഷജിന കണ്ണൂർ ജില്ലയിൽ 8ാം റാങ്ക് അല്ലേ മോളെ? 8ാം റാങ്ക് ഹോൾഡർ. ഇത്രയും പേരാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ പല സ്റ്റോറീസിലും ലൈക്ക് എന്താ പറയുക, നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. വന്ന വഴിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇവരെല്ലാം ആണ് നമ്മുടെ വഴി, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ വരുന്നതിലുള്ള വഴിയായ ആൾക്കാരാണ് ഇവരെല്ലാവരും. ഫസ്റ്റ് ഓഫ് ഓൾ ലുബാബ, എന്തൊക്കെയാണ് ഇപ്പോൾ ലുബാബയുടെ ഒരു ഫീൽ? ലൈക്ക് ഏകദേശം ഒരു 2 വർഷമായി സർവീസിൽ. ഇപ്പോൾ എത്ര മക്കളെ? 2 വർഷം ആകുന്നു. ഏറ്റവും കൂടുതൽ നീണ്ട ഒരു ട്രെയിനിങ് ബാച്ച് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഏകദേശം 2 വർഷമായി. ഇപ്പം റാങ്ക് കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന ഫീൽ ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, അത് ഔട്ടായി. എന്നാലും ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നത് ലുബാബയ്ക്കും ഒക്കെ ആയിരിക്കും. ലുബാബ എന്തൊക്കെയാണ് ലുബാബയുടെ മെമ്മറീസ്? ലൈക്ക് നമ്മുടെ ആ ഒരു ഓൾഡ് സ്കൂൾ മെമ്മറീസ്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. 1500 കൂടുതൽ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സഹകാരിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലുബാബയുടെ മെമ്മറീസ് തുടങ്ങാം. മെമ്മറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു ചാനൽ കണ്ടു. അപ്പോൾ ചാനലിൽ ഒരാളിങ്ങനെ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ കോൺടാക്ട് നമ്പർ കണ്ടു. അതിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടാണ് സാറിനെ ഫസ്റ്റ് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് നമ്മൾ പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാമോ, അങ്ങനെയാണെങ്കിൽ കുറച്ച് പേരിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ടാക്കും, അപ്പോഴത്തേനും നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നാളിന് ശേഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു കയറ്റമായിരുന്നു. കാരണം ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ആയി, ഒരുപാട് ഫ്രണ്ട്സായി. എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ, ഈ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങനെ കിട്ടിയതാണ്. അപ്പം അങ്ങനെ നമുക്ക് പഠിക്കാനുള്ളൊരു ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു ആ ഒരു ഗ്രൂപ്പ്. പിന്നെ യൂട്യൂബിലെ ക്ലാസ്സുകൾ. പിന്നീട് അങ്ങനെ എന്താ പറയുന്നത്, അതിൽ നിന്ന് കിട്ടിയ ഒരു ഫയർ വെച്ചിട്ടാണ് നമ്മളെല്ലാവരും പഠിക്കണം എന്ന് തോന്നലുണ്ടായത്. പഠിച്ചിപ്പോൾ ഇന്ന് ഈ 2 വർഷം പൂർത്തീകരിക്കുന്നത് സർവീസ്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ലുബയുടെ ഷോർട്ട് മെമ്മറീസ്. അപ്പം എസ്പെഷ്യലി ദിവ്യ എന്ന് പറയുമ്പോഴത്തേക്കും ദിവ്യ ഒരിക്കൽ ക്വിറ്റ് ചെയ്താണല്ലേ? ദിവ്യ ക്വിറ്റ് ചെയ്തിട്ട് ദിവ്യ തിരിച്ച് ബൗൺസ് ബാക്ക് വന്നതാണ്. എന്നെ വിളിച്ചത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ. ദിവ്യ, ഇഷ്യൂസ് എന്തോ ആയിക്കോട്ടെ, സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ബൗൺസ് ബാക്ക് ചെയ്ത് വരാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവും. ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്രോസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇഷ്യൂസ് ആയിരിക്കും. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വീണ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, വീണ് പോകും, സ്വാഭാവികമാണ്, അവിടെ നിന്ന് എന്ത് ചെയ്യണം, റൈസ് ഒക്കെ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു എന്താ പറയുക, ഒരു പ്രചോദനം എന്ന നിലയ്ക്ക് ദിവ്യയ്ക്ക് പറയാനുള്ളതാണ്. പറയാനുള്ളത് വെച്ചാൽ ഞാനിപ്പം പഠിക്കുന്നവരോട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്ത സമയത്ത് സാറിൻ്റെ ഒരു ഏകദേശം 1.5 മണിക്കൂറിനോട് ഞാൻ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് സാറിൻ്റെ ആ മോട്ടിവേഷനും എല്ലാം കൊണ്ട് ഞാൻ തിരിച്ച് വന്നിട്ട് ഇത് പഠിക്കാൻ തുടങ്ങിയത്. അതെനിക്ക് വലിയൊരു വഴിത്തിരിവായിരുന്നു. കാരണം ഒന്നും അറിയില്ല, കുറേ ഗ്യാപ്പ് വന്ന് വീണ്ടും അത് പഠിക്കാമെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. കൺഫർമേഷൻ മെസ്സേജ് വന്നതിന് ശേഷമാണ്
ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 5 മാസത്തോളം ഗ്യാപ്പ് വന്നിട്ട് പിന്നെയാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സാറിൻ്റെ ഒരു ഇതെനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു സാറ് എന്നോട് പറഞ്ഞു ഈ സമയവും കടന്നു പോകും എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അതൊക്കെ മറികടന്ന് പഠിച്ച് മുന്നേറുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ലക്ഷ്യത്തിലെത്തും. അതിൻ്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. 2 വർഷമായിട്ട് ജോലി കയറി ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. അപ്പോൾ അതിന് ഏറ്റവും കാരണം സാറിനോട് നന്ദി പറഞ്ഞാലും അതല്ല, നമുക്ക് വേണ്ടത് ഈ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള സന്ദേശമാണ്. കാരണം നിങ്ങളുടെ ഓരോരുത്തരും കടന്നു വന്ന വഴികൾ വ്യത്യസ്തമാണ്. അതെ അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് എസ്പെഷ്യലി 4 പേര് 4 എക്സ്ട്രീമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേടാ? ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞില്ല, കുട്ടികൾ ഒരുപാട് പേര് ഇതുപോലെ മടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. മടിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി കൺഫർമേഷൻ വന്നിരിക്കുമ്പോഴത്തേക്ക് ഒന്ന് പിള്ളേർക്ക് ആവേശത്തോടെ പഠിക്കുന്ന പിള്ളേരുണ്ട്. ഇനി എത്തോ, കാരണം നമ്മളന്ന് രണ്ടാമത്തെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഇതേപോലെ കൺഫർമേഷൻ വന്നപ്പോഴാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇനിയും പഠിച്ചാൽ ഇനിയും എന്തായാലും മുന്നേറാൻ പറ്റും. എന്താ വെച്ചാൽ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, അത് റിപ്പീറ്റ് ചെയ്യുക. എത്രത്തോളം റിവിഷൻ നടത്തുന്നു അത്രത്തോളം നമുക്ക് റാങ്കിൽ മുന്നോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പഠിക്കുന്ന കാര്യങ്ങൾ തറമാക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മുന്നോട്ട് എത്തും. അപ്പം ദിവ്യയോടൊപ്പം ശരിക്കും പേരിലെ ട്വിൻ സിസ്റ്ററാണ് ദിവ്യ. രണ്ടുപേരും ദിവ്യ പി ആണ്. റാങ്കിൽ മാത്രം ചെറിയ വ്യത്യാസമല്ല, ഒരു പൊട്ട് ഒട്ടിച്ചാൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാണൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും പലപ്പോഴും മാറിപ്പോയിട്ടുണ്ട്. ഇയാളെ വിളിക്കുമ്പോൾ ഇയാളെന്ന് വിചാരിക്കും, ഇയാളെ വിളിക്കുമ്പോൾ ഇയാളെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ദിവ്യ ഇപ്പോൾ ഓവറോൾ ദിവ്യയുടെ ആ ഒരു ഫീൽ എന്താണ് മൊത്തത്തിൽ? സക്സസ് ആണ്, സന്തോഷമാണ്. പക്ഷേ ഇനിയും ദിവ്യ പുതിയ ലൈക്ക് എന്താ പറയുക, എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലായിടത്തും പറയാനുള്ളത്, നിങ്ങളിപ്പോൾ അച്ചീവ് ചെയ്ത് ചെറിയൊരു കാര്യമല്ല. മീൻസ് ഏകദേശം 1.5 വർഷത്തോളമായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കാര്യത്തിൽ ഉറപ്പിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല, ഒരിക്കലും ചെറിയ കാര്യമല്ല. നമ്മൾ അന്ന് വിട്ടുപോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ വിജയിച്ച ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദിവ്യ കണ്ടപ്പോഴത്തേക്കും സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെയാണ് ഭാവി പ്ലാൻസ് ദിവ്യയുടെ? ഭാവി പ്ലാൻസ് ഇനി പരീക്ഷകൾ എഴുതണം, പുതിയ എക്സാംസ് എഴുതണം, ഇനി പെർഫോം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള എല്ലാ ആശംസകളും ഉണ്ടാകട്ടെ മക്കളെ. അതുപോലെ ഷജിന എന്ന് പറയുമ്പോഴത്തേക്കും, ഷജിന അവസാനം നമ്മുടെ ക്രാഷ് ബാച്ചിൽ ഇല്ലായിരുന്നല്ലേ നീ? രണ്ടുപേരുടെ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അത് പിടിച്ചേ. ഓക്കെ, അപ്പോൾ ഷജിന ഇറ്റ്സ് ലൈക്ക് എ സക്സസ് മോഡൽ. എന്താ പറയുക, എന്തായാലും എന്തൊക്കെയാണ് ഷജിനയുടെ ആ ഒരു ഓവറോൾ? പ്രത്യേകിച്ച് കണ്ണൂർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജില്ലയിലൊന്നുമല്ല. എൻ്റെ പിള്ളേരെല്ലാം കണ്ണൂരാണ് എഴുതിയത്. കാര്യം ഞാൻ ഈ പിള്ളേരെ ആദ്യം കണ്ണൂർ അപേക്ഷിപ്പിക്കാനുണ്ടായത്. കണ്ണൂർ ഇത്രയും വേക്കൻസി വരുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ ആദ്യം എന്ത് ചെയ്ത് കണ്ണൂർ അപേക്ഷിപ്പിച്ചു. അത് നമ്മൾ ഈ കോച്ചിങ് തുടങ്ങുന്നതിന് മുന്നേ. അപ്പോഴത്തേക്കും കണ്ണൂർ നല്ല മത്സരം വന്നു അല്ലേ? ആ സമയത്ത് ഉണ്ടായിരുന്നു, നമ്മൾ വേക്കൻസി വരുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇല്ലല്ലേ? ഞാൻ ലുബാബേൻ്റെ കൂടെയാണ് കയറിയത്. ഓക്കെ, എന്നിട്ട് എൻ്റെ പിള്ളേർ മത്സരിച്ച് 8 റാങ്ക് മേടിച്ചു. എൻ്റെ പിള്ളേർ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റി പറയുന്നതല്ല, എൻ്റെ ക്ലാസ്മേറ്റ്സ് ലൈക്ക്. ഓക്കെ, പറ മക്കളെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ആ സമയത്തുള്ള പഠനത്തിൽ പ്രത്യേകം നമ്മൾ എടുത്തിരുന്ന എഫേർട്ട് എന്തൊക്കെയാണ്? ഒരു ദിവസം പോലും ബുക്ക് തുറക്കാതിരുന്നിട്ടില്ല. സാറിന്റെ ക്ലാസ് എന്നും കാണും. ഒരു പുസ്തകം നിങ്ങൾ കമ്പൈൻ സ്റ്റഡി വേറെ ഒരാളുടെ ഇല്ലായിരുന്നോ? നോക്കി ജോയിൻ ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. അല്ല, ലുബാബ സാറിന്റെ യൂട്യൂബിന്റെ ഇത് അയച്ചു തന്നിട്ട് സാറിന്റെ നമ്പറിൽ വിളിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നത്, അതിൽ ആഡ് ആക്കാൻ പറഞ്ഞത്. പിന്നെ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ഇട്ട് തന്നെ പഠിച്ചത്. അനായാസം ഓരോ ആൻസറും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവരൊക്കെ മറന്നുപോയി അല്ലേ? എല്ലാ ദിവസവും പുസ്തകം തുറന്നു നോക്കും. പിന്നെ ബേസ് സാറിന്റെ ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലാസ് പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. എല്ലാ ക്ലാസ്സും കണ്ട് ക്വസ്റ്റ്യൻ ആക്കി അങ്ങനെ ചെയ്ത റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും വിജയത്തിലൊരു കോമൺ ഫാക്ടർ ഉണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് ഇവർ പഠിക്കാൻ തുടങ്ങുന്ന സമയത്തല്ലേ മകളെ, നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ലുബ ജോലി ഉണ്ട് ആ സമയത്ത് അല്ലേ? ലുബ ജോലി ക്വിറ്റ് ചെയ്തു, പഠിക്കാൻ വേണ്ടി ജോലി ഉപേക്ഷിച്ച ആൾ കൂടെയാണ്. അതേസമയം ബാക്കി ഇപ്പം ഷജിനയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പഠിത്തം നിർത്തിയിട്ട് മെയിൻ ബുക്ക് തുറന്നിട്ട് എത്ര വർഷമായി? 10 വർഷത്തോളമായി. അതിന് ശേഷം ഉണ്ടാകുന്ന ഫയറാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അതൊന്ന് പറയാം മക്കളെ. അതായത് ലൈക്ക് എന്താ പറയുക, നമ്മൾ അങ്ങനെ ഒരു 8-10 വർഷമായിട്ട് നമ്മൾ പുസ്തകം പോലും തുറക്കാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഒരാൾക്ക് എത്രത്തോളം ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എത്രത്തോളം ഡിഫറൻ്റ് ആണ് അതിലോട്ട് എത്തുന്നത്?
ബുക്ക് തുറക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പിന്നെ ക്ലാസ്സും പിന്നെ ടെക്സ്റ്റും കൂടെ വെച്ച് മനസ്സിലാക്കി അറിയാൻ വയ്യാത്തതൊക്കെ അതിലിങ്ങനെ എഴുതി വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പിന്നെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാണ് പഠിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ തുടക്ക സമയത്ത് എങ്ങനെ എന്തായിരുന്നു? ലൈക്ക് ദിവ്യ അന്ന് പിന്നെ ഡിഗ്രി കഴിഞ്ഞുള്ള സമയത്താണ് കഴിഞ്ഞ് PSC പഠിച്ചുകൊണ്ടിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ദിവ്യ ഞാൻ ടീച്ചിങ് ഉണ്ടായിരുന്നു, കഴിഞ്ഞിരുന്നു. ഒരു വർഷമായിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് വന്നത് ഷജനയ്ക്കാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ആ സമയം എങ്ങനെ സർവൈവ് ചെയ്തു? നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വരാൻ എത്ര സമയം എടുത്തു ഷജനെ? ട്രാക്കിൽ വരാൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റഡി അങ്ങനെ പഠിച്ച് എല്ലാവരും ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് അതിൽ പഠിക്കാന്നുള്ള തോന്നൽ പോലും ഇല്ലാതാണ് നമ്മൾ പഠിക്കുക എന്നുള്ളൊരു എഫേർട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അല്ലേ? ഫീൽ ചെയ്തിട്ടില്ല, അങ്ങനെ മടുപ്പൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് റിവിഷൻ ചെയ്യും. ആൾമോസ്റ്റ് എല്ലാവരും 90+ വന്നു എന്നുള്ള കഴിഞ്ഞ പരീക്ഷയിൽ. എനിക്ക് തോന്നുന്നു ആ ഒരു സ്കോർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരാളെങ്ങാണ്ട് ഏകദേശം നിയർലി ഫുള്ളിൽ വന്നോളൂ. ആളുടെ പേര് ഞാൻ പറയാനില്ല, ആളിങ്ങനെ പറയില്ലെന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് 100-100 വാങ്ങുന്ന ഒരു 2 പേരെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല നിങ്ങളെല്ലാവരും ഇവരുടെ എല്ലാം സ്റ്റോറീസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാതൃകയാക്കുക. അതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ ഏകദേശം 70ഓളം ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ആ 70ഓളം ദിവസങ്ങളിൽ വളരെ സീരിയസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതുപോലെ റിവിഷൻ കൃത്യമായിട്ട് ചെയ്ത് എത്രത്തോളം വിജയിക്കുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്തുകൊണ്ട് ഇരിക്കുക. അത് നിങ്ങളെ 100-100 മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.